പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങൾ അത് പ്രശസ്തമാണ്. അതിൽ സുപ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് പന്നിയങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ ഈ കാണുന്ന നാലമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ശ്രീകോവിൽ മാത്രമായിരുന്നു സംഭവം. ഈ നാലമ്പലത്തിന്റെ നിർമ്മാണവും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രത്തിന്റെ വാതിൽമാടത്തിന്റെ അവിടെ നിന്ന് നമുക്ക് ആദ്യമായിട്ടൊരു ശിലാഫലകം കിട്ടുകയാണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ MGS സ്ഥാനവുമായിട്ട് ബന്ധപ്പെടുകയും കാര്യങ്ങളെല്ലാം നോക്കി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ മ്യൂസിയത്തിലേക്ക് അത് മാറ്റി. അതിനുശേഷം അതിന്റെ ഉള്ളിൽ ഗണപതി ക്ഷേത്രത്തിന്റെ നിർമ്മാണ വേളയിൽ അവിടെ നിന്നും രണ്ടാമതൊരു ശിലാലിഖിതം കൂടി കിട്ടി. അത് പിന്നീട് അവരത് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി. പിന്നെ അതിനെ കുറിച്ചിട്ട് അത് അവിടുന്ന് പഠിച്ചിട്ട് ആ നോട്ട്സ് ഇറക്കിയതിന് ശേഷമാണ് നമുക്ക് ക്ഷേത്രത്തിന് ഇത്രയധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണെന്നുള്ളതും ഈ പെരുമാക്കന്മാരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതിലൂടെയാണ്. 9-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-15 നൂറ്റാണ്ടിന്റെ അല്ലെ ഒരു അത്രയും പഴക്കം നിലവിലുണ്ട്. ഈ പെരുമാക്കന്മാരുടെ കാലത്ത് തന്നെ ഈ ക്ഷേത്രം മഹാക്ഷേത്രമായിരുന്നു എന്നാണ് പറയണത്. ഒരു ക്ഷേത്രം മഹാക്ഷേത്രമാവുക എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലാവുന്നതല്ലല്ലോ. വർഷങ്ങളോളം പഴക്കമുള്ള, അതിനും എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരിക്കാം. അത് മാത്രമല്ല ഈ ക്ഷേത്ര ഭൂമിയിൽ തന്നെ ഇനിയും ഇതിനെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ മണ്ണിൽ ഉണ്ടാവാം. നിരവധി രാജാക്കന്മാരുടെ ആസ്ഥാന ദേവതയായിരുന്നു പന്നിയങ്കര ദുർഗാ ഭഗവതി എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്.